ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതാ ഇന്നൊരു അടിപൊളി ട്യൂട്ടോറിയലായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഐറ്റമാണ് ഡബിൾ ഹെയർ ബാൻഡ് വെച്ചിട്ട് നമുക്ക് ഒരുപാട് വെറൈറ്റീസ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അങ്ങനെയുള്ളൊരു വെറൈറ്റിയാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത്. എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ഇടാനും മറക്കണ്ട. അപ്പോൾ ഇതിനായിട്ട് എന്തൊക്കെ മെറ്റീരിയൽസാണ് ആവശ്യമുള്ളത് നമുക്ക് നോക്കാം. ആദ്യം തന്നെ 2 ഹെയർ ബാൻഡ് വേണം. ഹെയർ ബാൻഡ് കയ്യിലുള്ളവർ അത് തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. പിന്നെ വേണ്ടത് സ്റ്റോൺ ചെയിനാണ്. ഏകദേശം 1 മീറ്ററൊക്കെ സ്റ്റോൺ ചെയിൻ ആവശ്യമുണ്ട്. പിന്നെ വേണ്ടത് എൻഡ് ടാപ്പ് കയ്യിലുള്ളവർ അതെടുക്കുക. അതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് റിബൺ വെച്ചിട്ടും അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ മെയിനായിട്ട് വേണ്ടത് നമുക്ക് ഈ ഒരു ടൈപ്പ് ബീഡ്സാണ്. ഇത് 10mm സൈസിൽ വരുന്ന ബീഡ്സാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 10mm സൈസ് എങ്കിലും മാക്സിമം എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അതിന് മുകളിലും ഒരുപാട് സൈസസ് അവൈലബിൾ ആണ്. അതൊക്കെ കിട്ടുമെങ്കിൽ അതെടുത്താലും മതി. പിന്നെ വേണ്ടത് ഗിയർ വയറാണ്. 3mm സൈസിൽ വരുന്ന ഗിയർ വയറും കൂടെ നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ഒരു ഹെയർ ബാൻഡിലോട്ട് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള സ്റ്റോൺ ചെയിൻ ഒന്ന് ഒട്ടിച്ചെടുക്കണം. ഹെയർ ബാൻഡ് ആയതുകൊണ്ട് തന്നെ അത് ഒട്ടിച്ചെടുക്കാൻ വേണ്ടി കുറച്ചൊരു പാടുണ്ട്. എന്നാലും നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല നീറ്റായിട്ട് പെർഫെക്റ്റായിട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇതാ ഗിയർ വയറിലോട്ട് ഞാനിവിടെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. B7000 തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അത് നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ആ ഒരു സ്റ്റോൺ ചെയിൻ സ്ട്രെയിറ്റ് ആയിട്ട് പിടിച്ചിട്ടൊന്ന് ഒട്ടിച്ചെടുത്താൽ മതി. നല്ല നീറ്റായിട്ട് തന്നെ ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. ഹെയർ ബാൻഡിൻ്റെ സ്റ്റാർട്ടിങ് പൊസിഷനിൽ ചെറിയൊരു ഗ്യാപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം മാത്രം സ്റ്റോൺ ചെയിൻ ഒട്ടിച്ചെടുക്കുക കേട്ടോ. നമ്മൾ ആ ഒരു വശത്ത് 2 ഹെയർ ബാൻഡും കൂടെ യോജിപ്പിച്ചിട്ട് എൻ്റെ ടാപ്പ് ഒട്ടിക്കുന്നത്. അപ്പോൾ അവിടെ സ്റ്റോൺ ചെയിൻ ഒട്ടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ കുറച്ചൊരു ഗ്യാപ്പ് ഇട്ട് കൊടുത്തിട്ട് മാത്രം ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. അപ്പോൾ ഇതാ ഞാൻ 2 ഹെയർ ബാൻഡിലോട്ടും ഈ ഒരു സ്റ്റോൺ ചെയിൻ ഇവിടെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ നല്ല നീറ്റായിട്ട് തന്നെ ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. വളവും ചെരുവൊന്നും ഇല്ലാതെ ആ ഒരു ഹെയർ ബാൻഡിലോട്ട് കറക്റ്റായിട്ട് വെച്ച് കൊടുത്തിട്ട് നല്ല സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഈ 2 ഹെയർ ബാൻഡ് കൂടെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കണം. അതിനായിട്ട് ഒരു വശത്ത് ഗ്ലൂ ഗണ്ണ് വെച്ചിട്ടൊന്ന് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ആ 2 ഹെയർ ബാൻഡും കൂടെ ഒന്ന് യോജിപ്പിച്ചിട്ട് എൻ്റെ ടാപ്പ് വെച്ച് ഒട്ടിച്ചെടുത്താൽ മതി. ഇനി എൻ്റെ ടാപ്പ് കയ്യിലില്ലാത്തവരാണെങ്കിൽ റിബൺ വെച്ചിട്ടും ഒന്ന് ചെയ്തെടുത്താൽ മതി. റിബൺ വെച്ചിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഒട്ടിച്ചെടുത്താലും മതി. ഇനി ഇതുപോലുള്ള എൻ്റെ ടാപ്പോ അല്ലെങ്കിൽ ഇതിൽ കാണുന്ന മറ്റ് ഹെയർ ആക്സസറി മെറ്റീരിയൽസ് എന്തെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കോൺടാക്റ്റ് നമ്പർ കൊടുത്തിട്ടുണ്ട്. അതിൽ കോൺടാക്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഇനി ഇതാ ഈ ഒരു ഹെയർ ബാൻഡിലോട്ട് നമുക്ക് ബീഡ്സ് കോർത്തെടുക്കണം. അതിനായിട്ട് ഗിയർ വയറാണ് യൂസ് ചെയ്യുന്നത്. ഗിയർ വയർ അതിൻ്റെ അറ്റം എടുത്തിട്ട് നമുക്ക് ഈ ഒരു ഹെയർ ബാൻഡിലോട്ട് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുള്ള ആ ഒരു സ്റ്റോൺ ചെയിൻ്റെ ഇടയിലായിട്ട് ചെറിയൊരു ഗ്യാപ്പ് വരുന്നുണ്ടല്ലോ, ആ ഒരു ഗ്യാപ്പിലോട്ട് ഈ ഒരു ഗിയർ വയർ 2-3 തവണ ഒന്ന് ചുറ്റിയെടുക്കുക. നന്നായിട്ട് ടൈറ്റായിട്ട് തന്നെ മനസ്സിലാവാത്ത വിധത്തിലൊന്ന് ചുറ്റിയെടുത്തിട്ട് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതാ ഈ ഒരു ഹെയർ ബാൻഡിൻ്റെ സെൻറ്ററിലായിട്ട് നമുക്ക് ഓരോ ബീഡും കോർത്തെടുക്കണം. അതിനായിട്ട് ഹെയർ ബാൻഡ് ഒന്ന് കറക്റ്റ് ലെവൽ ചെയ്ത് പിടിക്കുക. നമ്മൾ 2 ഹെയർ ബാൻഡ് കൂടി ജോയിൻ ചെയ്തതാണല്ലോ, അത് രണ്ടും കൂടെ ഒന്ന് കറക്റ്റ് ലെവൽ ചെയ്ത് പിടിക്കുക. അതിനുശേഷം ഓരോ ബീഡായിട്ട് സെൻറ്ററിലോട്ട് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ആ ഒരു ഗിയർ വയർ കൊണ്ട് തന്നെ ഒരു ഹെയർ ബാൻഡിൻ്റെ മുകളിലായിട്ട് 2-3 തവണ ഒരു സ്റ്റോൺ ചെയിനിൻ്റെ ഗ്യാപ്പിലൂടെ ഒന്ന് ചുറ്റിയെടുക്കുക. അന്നേരം അത് നല്ല ടൈറ്റായിട്ട് ആ ഒരു ബീഡ് അവിടെ നിന്നോളും. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം 2 ഹെയർ ബാൻഡിലും കൂടെ ഇട്ട് ചുറ്റരുത്. ഒരു ഹെയർ ബാൻഡിലോട്ട് മാത്രമായിട്ട് ഇതുപോലെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവും. ഇതുപോലെ 2-3 തവണ ഒന്ന് ചുറ്റിയെടുത്താൽ മതി. അതിനുശേഷം നമുക്ക് നെക്സ്റ്റ് ബീഡും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പം ഓരോ ബീഡും ഇട്ടെടുത്തതിന് ശേഷം 2-3 തവണ ഗിയർ വയർ ആ ഒരു സ്റ്റോൺ ചെയിൻ്റെ ഇടയിലൂടെ ഒന്ന് ചുറ്റിയെടുക്കണം. കുറച്ചൊരു ഗ്യാപ്പ് ഇട്ടിട്ട് വേണം നെക്സ്റ്റ് ബീഡ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഗ്യാപ്പ് എന്ന് പറയുന്നത് ബീഡ്സ് തമ്മിൽ ഒരിക്കലും ഗ്യാപ്പ് വരാൻ പാടില്ല. ആ ഒരു ഹെയർ ബാൻഡിൻ്റെ സ്റ്റോൺ ചെയിനിൽ ഇടയിൽ മാത്രമേ ഗ്യാപ്പ് വരാൻ പാടുള്ളൂ. ബീഡ്സ് തമ്മിൽ ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ അത് കാണാനൊരു പെർഫെക്ഷൻ ഉണ്ടാവില്ല. അപ്പം ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ കുറച്ചുകൂടെ നന്നായിട്ട് മനസ്സിലാവുന്നുണ്ടാവും. ഈ ഒരു രീതിയിൽ വേണം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ഒരു ബീഡ് ഇട്ട് കൊടുത്തതിന് ശേഷം 2-3 തവണ ആ ഒരു സ്റ്റോൺ ചെയിൻ്റെ ഗ്യാപ്പിലൂടെ ഗിയർ വയർ ഒന്ന് ചുറ്റിയെടുക്കുക. അതിനുശേഷം 2ാമത്തെ ബീഡ് ഇട്ട് കൊടുക്കാം. വീണ്ടും ഈ ഒരു പ്രോസസ്സ് തന്നെ റിപ്പീറ്റ് ചെയ്തെടുത്താൽ മതി.
അപ്പോൾ ഈ ഒരു പ്രോസസ്സ് തന്നെയാണ് നമ്മൾ ഈ ഒരു ഹെയർ ബാൻഡിലോട്ട് കംപ്ലീറ്റ് ആയിട്ടും ചെയ്തെടുക്കുന്നത്. ആദ്യം ഒന്ന് കുറച്ച് ടൈം എടുത്തിട്ടൊന്ന് ശ്രദ്ധിച്ചിരുന്ന് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇത് റിപ്പീറ്റേഷൻ വരുന്നത് കൊണ്ട് തന്നെ വലിയ ടൈമൊന്നും നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ആവശ്യമില്ല. ആദ്യം ഒന്ന് കുറച്ച് ടൈം എടുത്തിട്ട് സാവധാനം ചെയ്തെടുക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ മാത്രമേ നമുക്കിത് നല്ല അതിൻ്റേതായ പെർഫെക്ഷനോട് കൂടി ചെയ്തെടുക്കാനും പറ്റുള്ളൂ. അപ്പോൾ തുടക്കക്കാരൊക്കെ ആണെങ്കിൽ ഫസ്റ്റ് ടൈം നമ്മൾ ഇതൊന്ന് സാവധാനം കുറച്ച് ടൈം എടുത്ത് തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഫൈനലൊക്കെ പൊളിയാണ്. ഇതുപോലുള്ള പാർട്ടി വെയർ ഐറ്റംസാണ് ഇപ്പോൾ കൂടുതലായിട്ടും മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഹെയർ ബാൻഡ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഏതൊരു പാർട്ടി ഡ്രസ്സിൻ്റെ കൂടെ നമുക്ക് നല്ല ഈസി ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ഐറ്റമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ നിങ്ങളുടെ ഒരു ലിസ്റ്റിൽ നിങ്ങൾ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. എന്തായാലും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ വീഡിയോ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കുക. അപ്പോൾ ഇതാ ഏകദേശം ഇത്രയും ബീഡ്സ് 10mm സൈസിൽ വരുന്ന ബീഡ്സ് ഇത്രയും കോർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ താഴെ ഭാഗത്തായിട്ട് നമുക്ക് ഇതിനേക്കാൾ കുറഞ്ഞ സൈസ്, അതായത് 8mm സൈസിലുള്ള ബീഡ്സാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് 9mm ഒക്കെ അവൈലബിൾ ആണെങ്കിൽ അത് യൂസ് ചെയ്യാം. 8mmൻ്റെ 2 ബീഡ്സ് ഈ ഒരു സെയിം രീതിയിൽ തന്നെ ഞാനിവിടെ കോർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് 2 ഹെയർ ബാൻഡ് തമ്മിൽ ജോയിൻ ചെയ്തതായതുകൊണ്ട് തന്നെ നമുക്ക് 10mmൻ്റെ ബീഡ്സ് തന്നെ കംപ്ലീറ്റ് ആയിട്ട് ഇതിൽ കോർത്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. താഴെ ഭാഗത്തായിട്ട് വരുമ്പോൾ അത് ടൈറ്റായിട്ട് നിൽക്കും. അപ്പോൾ 10mm സൈസ് അവിടെ കൊള്ളിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റൂല. അപ്പോൾ സൈസ് കുറച്ചിട്ട് വേണം ആ ഒരു ഭാഗത്തായിട്ട് നമ്മൾ ബീഡ്സ് കോർത്ത് കൊടുക്കാൻ. അപ്പോൾ 8mmൻ്റെ 2 ബീഡ്സ് കോർത്ത് കൊടുത്തു. അതിനുശേഷം 6mmൻ്റെ 2 ബീഡ്സും കൂടെ കോർത്ത് കൊടുത്തിട്ടുണ്ട്. ശേഷം നമ്മൾ ആദ്യം ചെയ്തതുപോലെ തന്നെ കുറച്ച് ഗ്ലൂ ഗണ്ണ് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് അതിൽ എൻ്റെ ടാപ്പ് വെച്ചിട്ടൊന്ന് അത് രണ്ടും കൂടെ 2 വശത്തുമായിട്ട് ജോയിൻ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ ആ ഒരു പ്രോസസ്സും കൂടെ ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എൻ്റെ ടാപ്പ് വെച്ചിട്ട് ഇതിൻ്റെ ഹെയർ ബാൻഡിൻ്റെ 2 വശം കൂടെ നമ്മളിപ്പോൾ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് കൂടെ ഈ ഒരു ബീഡ്സ് കംപ്ലീറ്റ് ആയിട്ട് കോർത്തെടുക്കണം. അതിനായിട്ട് ഗിയർ വയർ, ചെറിയൊരു പീസ് ഗിയർ വയർ സെപ്പറേറ്റ് നമ്മൾ കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ ആദ്യം ചെയ്തതുപോലെ തന്നെ ഒരു സ്റ്റോൺ ജൈൻ്റെ ഇടയിലൂടെ ആയിട്ട് ഇതൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. മനസ്സിലാവാത്ത വിധത്തിൽ വേണം, നല്ല ടൈറ്റായിട്ട് വേണം അറ്റാച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ സെയിം പ്രോസസ്സ് തന്നെ ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഇനി ഇതാ നേരത്തെ ചെയ്തെടുത്തിട്ടുള്ള സെയിം മെത്തേഡിൽ തന്നെ ബാലൻസ് വന്നിട്ടുള്ള ഒരു ബീഡ്സും കൂടെ നമ്മളിവിടെ കോർത്തെടുക്കുന്നുണ്ട്. സെയിം പ്രോസസ്സ് തന്നെയാണ് ചെയ്തെടുക്കുന്നത്. നമ്മൾ എന്നാലും മനസ്സിലാവാത്തവർക്ക് വേണ്ടിയിട്ടാണ് അത് റിപ്പീറ്റ് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ ഇതാ അതും ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ലാസ്റ്റ് ഒരു 6mmൻ്റെ ബീഡ്സും കൂടെ ഇട്ടിട്ട് ആ ഒരു ഗ്യാപ്പും കൂടെ ഫില്ല് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ബാലൻസ് വന്നിട്ടുള്ള ഗിയർ വയർ അവിടെ തന്നെ നമ്മൾ 2-3 തവണ ഒന്ന് ചുറ്റിയെടുത്തിട്ട് ലോക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇതാ നമ്മുടെ അടിപൊളി ഹെയർ ബാൻഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പാർട്ടി വെയർ ഐറ്റമാണിത്. എന്തായാലും ഈ ഒരു ഐറ്റമൊക്കെ നമ്മൾ പുറത്ത് ഫാൻസി കടയിലൊക്കെ പോയിട്ട് വാങ്ങിക്കുവാണെങ്കിൽ ഒരുപാട് റേറ്റ് എണ്ണി കൊടുക്കേണ്ടി വരും. അപ്പോൾ സ്വന്തമായിട്ട് നമ്മൾ തന്നെ ഇതൊക്കെ ഉണ്ടാക്കുവാണെങ്കിൽ അത്രയും പൈസ നമുക്ക് ലാഭിക്കാൻ വേണ്ടിയിട്ട് പറ്റും. മാത്രമല്ല നമുക്ക് നല്ലൊരു വരുമാന മാർഗ്ഗം കൂടിയാണിത്. നമ്മൾ നമ്മുടെ കസ്റ്റമേഴ്സിന് ഈ ഒരു ഐറ്റമൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അതിലൂടെ നമുക്ക് നല്ലൊരു വരുമാനം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ എന്തായാലും ഇതെല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. അപ്പോൾ ഇവിടെ എനിക്ക് പറ്റിയിട്ടുള്ള മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ ആ ഒരു 8mm സൈസിൽ വരുന്ന ബീഡ്സും 10mm സൈസിൽ വരുന്ന ബീഡ്സും കൂടെ ചെറിയൊരു കളർ വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ ഞാനത് ഓർഡർ ചെയ്ത് വന്നത് തന്നെ എനിക്ക് അങ്ങനെ കളർ ചേഞ്ച് ആയിട്ടാണ് വന്നത്. അപ്പോൾ എനിക്ക് വേറെ ഓപ്ഷൻ ഉണ്ടായിട്ടില്ല. 8mm സൈസിൽ വരുന്ന ആ ഒരു ബീഡ് അത് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാനത് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ കറക്റ്റ് എല്ലാ ബീഡ്സും ഒരേ കളറിൽ വരുന്നത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു ഐറ്റം ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്തായാലും അറിയിക്കണം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് കാണണേ. ഇനിയും ഒരുപാട് നല്ല നല്ല വീഡിയോസായിട്ട് വീണ്ടും വരുന്നതായിരിക്കും ഇൻഷാ അള്ളാ. അതുവരേക്കും അസ്സലാമു അലൈക്കും, ബൈ.